അപ്പം ഞാൻ നമ്മുടെ മഹാനായ ഒരു നടൻ്റെ വീട് കാണിച്ചു തരാം. അത് ഈ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. എത്ര വർഷമായി അവർ പോയിട്ട്? ഇപ്പം 2000-ന് ശേഷമാണോ? കേരളം മൊത്തം ഫാൻസ് ഉള്ള നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം വാങ്ങാനുള്ള തിരക്ക് കണ്ടില്ലേ? ജനസാഗരമാണ് മക്കളെ. നമുക്കും കിട്ടി 4 പാക്കറ്റ്. അണ്ണൻ തേങ്ങ അടിച്ചപ്പോൾ ചേച്ചി മേടിച്ചു പോയി കേട്ടാ. ചാക്ക് കണക്കിന് തേങ്ങയാണ് ഇവിടെ കൊണ്ടുവന്ന് അടിക്കുന്നത്. അപ്പം ഈ ഓരോ സൈഡ് നിറയുമ്പോൾ ഇവരിങ്ങനെ കോരി മാറ്റും തേങ്ങകൾ. അപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ അടി തുടങ്ങും തേങ്ങയുടെ അടി. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ? എനിക്ക് തോന്നുന്നു അവിടെ നിറയുന്ന തേങ്ങ ഇതേ കണക്ക് ചാക്കിൽ കെട്ടി മാറ്റുമെന്ന് തോന്നുന്നു. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയാണ്. എൻ്റെ കയ്യിലെ ഈ ഒരു തേങ്ങയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ക്ഷേത്രം എത്തി. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് എൻ്റെ പുറകിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. കാറുകളൊക്കെ ഒന്ന് ഇങ്ങനെ ഈ റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു തേങ്ങയൊക്കെ ഇവിടെ ഉടയ്ക്കാൻ വരുന്നവർക്ക് തേങ്ങ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ തേങ്ങയൊക്കെ വാങ്ങാൻ കിട്ടും. മാത്രമല്ല കൊട്ടാരക്കര വന്നാൽ നമ്മുടെ മെയിൻ കാര്യം എന്താണ്? ഇവിടെ ഉണ്ണിയപ്പം. ഗൈസ്, നമ്മൾ ഇന്ന് പെട്ടു എന്നാണ് തോന്നുന്നത്. ഉണ്ണിയപ്പത്തിന് ഗംഭീരമായ ക്യൂ ആണ്. 2ഉം 3ഉം വളവ് വളഞ്ഞ് നിൽക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ കയറുന്നു? ഇല്ല, സിനിമയെ കാണുന്നതാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഇടയിലും വല്ലതും കയറിയാലോ വിഷയമാവൂ. ഇപ്പം ഞാൻ ക്യൂവിലോട്ട് കയറി. 2 സൈഡിലും ക്യൂ ഉണ്ട്. ഞാൻ ഇടതേ സൈഡിലെ ക്യൂവിൽ കയറി. 40 രൂപയാണ് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം കേട്ടോ. 10 എണ്ണം ഉണ്ട്. അതിന് 40 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില. പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ രസീത് എടുത്തു. 40 രൂപ. 4 കവർ വാങ്ങിച്ചു. 160 രൂപ. കൗണ്ടറിൽ ഇപ്പോഴും അതിഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. ഒരു കാര്യം, ഈ തേങ്ങ കൊണ്ടുവരുന്നവർ ഇതിൻ്റെ അകത്ത് ഉടയ്ക്കാനായിട്ട് രസീത് എഴുതണം. അതിന് അവിടെ ക്യൂ നിന്ന് രസീത് എഴുതണം. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു തേങ്ങയ്ക്ക് 15 രൂപയാണ് രസീത് വരുന്നത്. അപ്പോൾ ഈ ഒരു 15 രൂപയുടെ രസീത് എഴുതിയാൽ അകത്ത് ക്ഷേത്രത്തിനകത്ത് ഗണപതിയുടെ മുന്നിൽ ഉടയ്ക്കും. ഇതാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. കണ്ടില്ലേ, ആൾക്കാർ വന്നും പോയും ഒക്കെ നല്ല തിരക്കാണ്. ക്യാമറയിൽ നോക്കി ഇങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഇവിടെയാണ് നാഗരികാവ്. ഈ നാഗരികാവിൻ്റെ ഇവിടെ പുള്ളുവൻ പാട്ടൊക്കെ പാടി ആൾക്കാർ നിൽപ്പുണ്ട്. ഞാൻ കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. നല്ല രസമാണ്. നമ്മുടെ പഴമയിലേക്കൊക്കെ ഒന്ന് ചെല്ലും. ഈ ഒരു പുള്ളുവൻ പാട്ടൊക്കെ പാടുന്നതും കേട്ട് ഇങ്ങനെ നല്ലൊരു രസമാണ് കേട്ടോ. ഈ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നടന്ന് നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. അവധി ദിവസമൊക്കെ ആകുമ്പം നല്ല തിരക്കാണ്. നമുക്ക് അകത്ത് കയറാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇന്ന് സാധാരണ അത്ര തിരക്കില്ല. പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പം കാണാം ഈ ഉണ്ണിയപ്പം വാങ്ങുന്നതിൻ്റെ അവിടെ ഭയങ്കരമായ ക്യൂ ആണ്. ഇവിടെ ആൾക്കാർ തേങ്ങ അടിക്കുന്നുണ്ട്. തേങ്ങ അടിക്കാനും എല്ലാത്തിനും നല്ല തിരക്കാണ്. 2 സൈഡിലായിട്ടാണ് തേങ്ങ അടിക്കുന്നത്. അതിൽ ഒരു സൈഡിൽ തേങ്ങ ഫുള്ളായതുകൊണ്ട് അപ്പുറത്തെ സൈഡിലെ ആൾക്കാർ തേങ്ങ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. മാറി അപ്പുറത്തെ സൈഡിലോട്ടങ്ങനെ പോയാൽ അവിടെ ഈ തേങ്ങ വാരാൻ നിൽക്കുന്നവരെ പുറത്ത് കൊള്ളും. പോകാൻ ഡേഞ്ചറാണ് കേട്ടോ. 2 പേര് അവിടെ കണ്ടില്ലേ ബ്ലോക്ക് ചെയ്തിട്ട് അതിട്ട് തേങ്ങ വാരുവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ചാക്കിലൊക്കെയാണ് കൊണ്ടുവന്ന് തേങ്ങ അടിക്കുന്നത്. ഇവിടുത്തെ തേങ്ങ അടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ചാക്കിലൊക്കെ കെട്ടി കൊണ്ടുവരും. പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിച്ചില്ല. അപ്പോൾ അതിന് തുണ്ടെഴുതിയിട്ട് അകത്തോട്ട് കയറി. അതിപ്പം ഞാൻ വാങ്ങാത്ത കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഭയങ്കരമായ ക്യൂ ആണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഇപ്പം നേരത്തെ ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. നിങ്ങളെ ഈ ഒരു തേങ്ങ ഉടയ്ക്കുന്ന കാഴ്ചയും അല്ലാതെ ഇവിടുത്തെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഉണ്ണിയപ്പവും വാങ്ങിച്ചാൽ അതും കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടക്കണം. വേറെ ആരുമില്ല. പിന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഷൂട്ടിന്. ക്യാമറാമാനായിട്ടൊന്നും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാൻ നേരത്ത് ഉണ്ണിയപ്പം വാങ്ങാമെന്ന് വിചാരിച്ചു. തിരക്കൊരു രക്ഷയില്ല കേട്ടോ. 2 സൈഡിലും ക്യൂ വളഞ്ഞും പളഞ്ഞും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ആ ക്യൂവിൽ കയറി എങ്ങനെ പോയാലും 1/2 മണിക്കൂർ എടുക്കും ഞാൻ ഉണ്ണിയപ്പം വാങ്ങാനായി. നമുക്ക് അകത്ത് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ പുറത്ത് നിന്ന് തൊഴുവാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുവാൻ പറ്റും. ഗണപതി ഭഗവാനെ കണ്ടില്ലേ, ഹമ്പൻ തിരക്കാട് ഗായ്സ്. 2 സൈഡും തിരക്ക്. അപ്പോൾ ഇതിൽ ഏത് സൈഡ് കയറണം എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ. ഏത് സൈഡിൽ നിന്നാൽ ആദ്യം ഉണ്ണിയപ്പം കിട്ടും? നമ്മൾ ഇതിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ അപ്പുറത്ത് കയറുമ്പം ഇപ്പുറത്ത് കുറവുള്ളതാണ് തോന്നും, ഇപ്പുറത്ത് കയറുമ്പോൾ അപ്പുറത്ത് ക്യൂ കുറവുള്ളതാണ് തോന്നും. അങ്ങനെ ഞാൻ ഏതായാലും ഇടത് സൈഡിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഇടത് സൈഡ് ക്യൂവിൽ കയറി. ഏതാണ്ട് 1/2 മണിക്കൂർ അടുപ്പിച്ച് നിന്നിട്ടാണ് ഇതേ കണക്ക് ഫ്രണ്ടിലെത്തിയത് ഗൈസ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ തീരുമ്പം ഇവർ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ടാണ് അടുത്ത സെക്ഷൻ ഉണ്ണിയപ്പം എടുത്ത് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതുവരെയൊക്കെ ഗ്യാപ്പ് കാണും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കാത്തിരിക്കണം. അതാണ് ഈ ഒരു 1/2 മണിക്കൂറൊക്കെ ആവുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷമെത്തി. പിന്നെയും ഉണ്ണിയപ്പം വന്നു, റീഫില്ല് ചെയ്തു, ഇവിടെ കൊടുത്തു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം 1/2 മണിക്കൂർ കാത്തിരുന്നിട്ട് കിട്ടി 4 പാക്കറ്റ് ഉണ്ണിയപ്പം. പിന്നെ നമ്മൾ അങ്ങോട്ട് വന്നപ്പം കണ്ടതാണ് ശബരിമലയിൽ പോകാൻ നിൽക്കുന്ന കുട്ടിയും ഫാമിലിയും. അപ്പോൾ അവർ ഈ തേങ്ങയിൽ നെയ്യ് ഒഴിച്ചിട്ട് അത് നിറയ്ക്കുന്ന കാഴ്ചയാണ്. നിറച്ചിട്ട് നമ്മുടെ മെഴുക് വെച്ചിട്ട് അത് ഒട്ടിക്കൂലേ, അപ്പം അത് ഉരുക്കി ഇങ്ങനെ ഒട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലേ. അപ്പോൾ ഒരുപാട് വർഷം മുമ്പ് ഞാൻ അതിന് ശബരിമലയിൽ പോയ ആ ഒരു ദിവസമൊക്കെ എനിക്ക് ഇതിൽ നിന്ന് ഓർമ്മ വരുവാണ്. അന്ന് നമ്മൾ ഈ നെയ്ത്തേങ്ങ കറച്ച് ഇത് ഒട്ടിക്കുന്നതൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അതിൽ ഈ ഉരുകി ആ ഒരു തീയിലോട്ട് വെച്ചിട്ട് ഉരുക്കിയൊക്കെ എടുത്ത് ഒട്ടിക്കണ്ടേ. അത് കറക്റ്റ് പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പറ്റും അങ്ങനെ ഉരുക്കി ഒട്ടിക്കാനൊക്കെ ആയി. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ ഈ ഒരു വഴിയുണ്ടല്ലോ, നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴി,
ഇതുവഴിയൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് നിന്നാലും മഴ പെയ്താൽ നമ്മൾ നനയൂല, മുകളിലൊക്കെ റൂഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മഴയൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ ഇടയ്ക്ക് വന്ന ഒരു ദിവസമൊക്കെ ഇവിടെ മഴ ഉണ്ടായിരുന്നു, അന്ന് നല്ല രസമായിരുന്നു. ഒരു മിഷൻ കഴിഞ്ഞാണ് കൊണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചപ്പം. അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ നമ്മളിപ്പം വാങ്ങിച്ചിറങ്ങിയിട്ടും തിരക്കിനൊരു കുറവുമില്ല. അപ്പം നമ്മൾ തിരക്ക് കുറഞ്ഞിട്ട് വാങ്ങാം എന്ന് പറഞ്ഞിരുന്നാൽ ഇത് കിട്ടത്തില്ലായിരുന്നു. സംഭവം കിട്ടി. അപ്പോൾ ഈ ഉണ്ണിയപ്പം വാങ്ങുന്നത് തന്നെ ഇവിടുത്തെ ഒരു മിഷനാണ്. ഇന്നൊരു അവധി ദിവസവും കൂടി ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്, അല്ലെങ്കിൽ ഇത്രയും തിരക്ക് കാണുന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലോട്ടൊന്ന് പോകാം. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഉള്ളതായിട്ട് കുറച്ച് പേർക്കൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ ഈ കൊല്ലം സൈഡിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. എന്ന് വെച്ചാൽ ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന മെയിൻ റൂട്ടല്ല, നമ്മൾ അവിടെ നിന്ന് ചെന്നൈ, എഗ്മോർ, നമ്മുടെ ഈ പാലരുവി, തെന്മല ആ ഒരു റൂട്ടിലാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനും കൂടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാനങ്ങനെ നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാണിച്ചു തരാം. എൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചരിത്രം ഉറങ്ങുന്ന കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു കൊട്ടാരക്കര റെയിൽവേ റൂട്ടെന്ന് പറയുന്നത് തന്നെ പണ്ട് തൊട്ടേ ഈ ചെന്നൈയിൽ പോകുന്ന റൂട്ട് ഇതായിരുന്നു, പണ്ട്, വളരെ പണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഈ ബ്രോഡ് ഗേജൊക്കെ നിർത്തിയതിന് ശേഷം നമ്മുടെ ചെന്നൈയൊക്കെ റൂട്ട് പിന്നെ കോയമ്പത്തൂർ വഴിയൊക്കെ ആയത്. അപ്പോൾ അതിന് മുമ്പൊക്കെ ഈ ഒരു റൂട്ടായിരുന്നു. നമ്മൾ കൊട്ടാരക്കര സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ നമ്മുടെ മഹാനായ ഒരു നടൻ്റെ വീട് കാണിച്ചു തരാം. അത് ഈ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇപ്പം ആ വീട് പുള്ളിയുടെ അല്ല, വേറൊരാൾക്ക് കൊടുത്തു. നമ്മുടെ നടൻ സായികുമാറിൻ്റെ. വേണ്ട, കണ്ടോ? ആ വീട് സായികുമാറിൻ്റെയാണ്. ഞാൻ ഏതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്ന് അറിയായിരുന്നു, പക്ഷേ ഇവിടെ ചോദിച്ചപ്പോഴാണ് കാണിച്ചു തന്നത്. കണ്ടില്ലേ, അത് നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതുല്യനായ നടൻ, അദ്ദേഹത്തിൻ്റെ വീട്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ നടൻ സായികുമാറിൻ്റെ പഴയ വീട്, പണ്ടവർ താമസിച്ചിരുന്ന വീട്. ഇപ്പം വേറെ ആൾക്കാരാണ് താമസിക്കുന്നത്. കഴിഞ്ഞ് വീട് മാറിപ്പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ തിരക്കിയ 2 പേര് കാണിച്ചു തന്ന വീട് ഇതാണ്. ഇങ്ങനെ ഒരു കാഴ്ചയും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റി. സന്തോഷം. ഒരു കൊട്ടാരക്കര യാത്രയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൂടെ തരണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തരാൻ പറ്റി. ആരുമില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കൊല്ലത്തുനിന്നുള്ള മെയിൻ ലൈൻ അല്ലല്ലോ, അവിടെ നിന്ന് തെന്മല വഴി ഉള്ള റൂട്ടല്ലേ. അപ്പം ഇതുവഴി ട്രെയിൻ കുറവാണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനാണെങ്കിൽ ഞാൻ മാപ്പിൽ നോക്കിയപ്പം വെറും 600 മീറ്ററേ ഉള്ളൂ നടന്നു പോകാൻ. പക്ഷേ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് വഴി പോകുമ്പം 1 കിലോമീറ്റർ അടുപ്പിച്ച് വരും, 950 മീറ്റർ. അതായത് കറക്റ്റ് 1 കിലോമീറ്റർ നമ്മൾ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ, ബൈക്കിലോ ഓട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലം വരെ 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ട്രെയിനിലൊക്കെ വരുന്നവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ എളുപ്പമാണ്, തൊട്ടടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സിനിമാ നടൻ സായികുമാറിൻ്റെ വീട് കാണിക്കാനായിട്ട് നോക്കി. അപ്പം അത് കുറച്ച് മറവുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തൂടെ കറങ്ങി കറക്റ്റ് ആ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വൃത്തിയായിട്ട് നമ്മുടെ പഴയ സായികുമാറിൻ്റെ പഴയ വീട്, കൊട്ടാരക്കരയുള്ള ഈ ഒരു വീടാണ് നമ്മുടെ നടൻ സായികുമാറിൻ്റെ വീട്. അല്ലല്ലേ, ഇപ്പം ഇവിടെ വേറെ ആൾക്കാരാണ്. എത്ര വർഷമായി അവർ പോയിട്ട്? ഇപ്പം 10-20 വർഷമായി കാണോ? 2000 പുറത്തായി കാണും. 2000-ന് ശേഷമാണോ? അപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കറക്റ്റ് ചേർന്നാണ് ഈ ഒരു വീട് വരുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു വഴി, നമ്മുടെ ഒരു ഓവർബ്രിഡ്ജ് ഇറങ്ങി ഇപ്പുറം വരുന്ന വഴി ഇങ്ങനെ നടന്നു വരുന്നത് നമ്മുടെ ഈ ഒരു വീട്ടിലാണ്. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വൈൻഡപ്പ് എടുക്കുന്നത്. ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വീടാണ്, ആ ഒരു ചരിത്രപരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മഹാനടൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നും. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്. ടാറ്റ.